ഹലോ, ആദിചന്ദ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ മൂന്നാറിന്റെ ഡേ 2 വ്ലോഗാണ്. നമ്മൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയപ്പം ഞാൻ എന്താ പെട്ടെന്ന് എണീറ്റ് ഫ്രഷായി റെഡിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം ഇപ്പൊ 9 മണി, നമുക്ക് 10:30 വരെയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സോ വേഗം റെഡി ആയിട്ട് പോവാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു മോർണിംഗ് വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ, എന്നിട്ട് വേഗം പോവാം. ചേട്ടൻ അത് ഓപ്പൺ ചെയ്യേ. പക്ഷെ ഇപ്പൊ തന്നെ വെയില് വന്നു അല്ലേ, സൂപ്പർ. നമ്മളുടെ മോർണിംഗ് ഹായ്, നല്ല രസമുണ്ട്. പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ, നമ്മുടെ പാലക്കാട് പോലെ ഭയങ്കര ചൂടുള്ള വെയിലൊന്നും അല്ല. തണുത്ത കാറ്റും ഉണ്ട്, നല്ല രസമുണ്ട് അല്ലേ മോർണിംഗ് വ്യൂ. നമ്മൾ രാവിലെ വൈശാട്ടം ഫ്രഷ് ആവണേ ഉള്ളൂ, മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. സോ നമുക്കിനി വേഗം പോയി ഫുഡ് കഴിക്കട്ടെ. ഇനി ഫുഡിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഫസ്റ്റ് സെക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എന്തൊക്കെയാണ്, ഊത്തപ്പം, ഇഷ്ടു, പുട്ട്, പുട്ടും കടലച്ചാറ്, പിന്നെ ഉപ്പുമാവ്, ന്യൂഡിൽസ്, ഇതെന്താ പഴങ്കഞ്ഞി ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു കഞ്ഞി, ഇഡ്ഡലി, സാമ്പാർ, വട, പൂരി, ദെൻ മസാലക്കറി, ചിക്കൻ കുറുമ, അവിടെ എന്താണെന്നറിയില്ല, ചിക്കൻ കുറുമ, കപ്പ മീൻകറി, വിഷയം. പിന്നെ ദോശയും കാര്യങ്ങളൊക്കെ അപ്പുറത്താണ്. ഫ്രൂട്ട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ, ഈ സെക്ഷൻ ഫുൾ ഫ്രൂട്ട്സ് ആണ്. നമ്മൾ ആദ്യം കുറച്ച് പുട്ട്, ഊത്തപ്പം, ഇഷ്ടു എടുത്തു, ചായ എടുത്തു. ഇനി ഇവിടെ ലൈവ് കൗണ്ടേഴ്സിൽ ഓൾറെഡി ദോശ, ബാക്കി ഫ്രൂട്ട്സ്, ജ്യൂസുകൾ, അങ്ങനെ കുറേ ഉണ്ട്. സോ നമ്മൾ മെല്ലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നലെ അവർ 100 ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യാണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലായിരുന്നു. കഴിച്ച് വയ്യാതായി പോയി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഇനി അടുത്ത ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് ഇനി ഷൂട്ടാണെന്ന് തോന്നുന്നു, ടൈമിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ശേഷം ഇനി നമുക്ക് ലഞ്ചിനും അടിപൊളി ഫുഡും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇനി നെക്സ്റ്റ് എവിടേക്കാണ് പോകണേ? ഉച്ചയായി, 2 മണിയായി, ഇനി ഫുഡ് കഴിക്കാൻ പോവുക. ഇതാണ് മെയിൻ പരിപാടി കേട്ടോ ഇവിടെ. കാരണം ഫുഡ് ഇവിടുത്തെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഇത്ര നേരം എന്താ ചെയ്തതെന്നും കൂടെ പറ. വീഡിയോ എടുത്തു അല്ലേ, കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു, ഫോട്ടോസ് ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു, അതിൻ്റെ ഇടയിൽ കൂടെ വനരൂപയുടെ ഓർഡേഴ്സ് എടുത്തു, അതിൻ്റെ റിപ്ലൈ കൊടുത്തു. അങ്ങനെ നമ്മൾ കുറേ ഇവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം 2 മണിക്ക്. അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഈ പറക്കാട്ടിൽ ജ്വൽസും കൂടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ അടുത്ത് അവിടെയും കൂടെ കാണിച്ചു തരുന്നത് ഇന്നലെ മുതലായി ഞാൻ പറയാൻ തുടങ്ങണം. കാരണം കുറേ കളക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്കാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. യൂഷ്വൽ ഇന്നലത്തെ പോലെ തന്നെ നെയ്ച്ചോറും പൊറോട്ടയാണ് ഇന്നും നമ്മൾ ഓർഡർ ചെയ്തത്. കാരണം നെയ്ച്ചോറും പൊറോട്ടയും എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അപ്പം സെയിം അതുതന്നെയാണ്. ഇനി വേഗം കഴിച്ചിട്ട് വേണം ബാക്കി നെക്സ്റ്റ് ജ്വല്ലറിയിൽ പോവാൻ. നെക്സ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറക്കാട്ടിൻ്റെ ജ്വൽസിലോട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്നിട്ട് കുറച്ച് പർച്ചേസിങ് കൂടി. നമുക്കിപ്പം ഹെവി ജ്വല്ലേഴ്സ് ആയിക്കോട്ടെ, സിമ്പിൾ ജ്വല്ലേഴ്സ് ആയിക്കോട്ടെ, ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ജ്വൽസ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം നമുക്കൊക്കെ കുറച്ച് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനല്ലേ ഇഷ്ടം. സോ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നോക്കിക്കേ, ആംഗ്ലറ്റ്സ് ഒക്കെ. ഇതൊക്കെ നമുക്ക് ഇപ്പം എന്നെപ്പോലെയുള്ളതൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെർഫെക്റ്റ് ആട്ടോ. ഇത് നോക്കിയിട്ട് ഭയങ്കര സിമ്പിൾ, നമുക്ക് എന്നാലും ഡെയിലി വെയേഴ്സിനും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സസിനാണെങ്കിലും സിമ്പിളായിട്ട് എന്നാലും നല്ലൊരു ലുക്ക് തരുന്ന ടൈപ്പ് ഓഫ് ചെയിൻസ് ആണ്. ഇനി അതെല്ലാം ഹെവി ഓർണമെൻറ്റ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ അതോടെ കാണിച്ചു. പക്ഷെ നമുക്ക് കല്യാണത്തിനൊക്കെ ഇതുപോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ പിന്നെ ഒന്നും വേണത് അല്ലേ. കറക്റ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡൻ പോലത്തെ, നമ്മളിപ്പോൾ ആൻറ്റീക്ക് ചെട്ടിന ആ ഒരു ടൈപ്പില്ലേ. നമുക്കപ്പം ഇങ്ങനത്തെ ഒക്കെ ഒറ്റ മാല ഇട്ട് കഴിഞ്ഞാൽ തന്നെ മതി. നോക്കിക്കാൻ
നല്ല കളക്ഷൻസ്. ഇപ്പം ആരും അങ്ങനെ യെല്ലോ ഗോൾഡ് യൂസ് ചെയ്യില്ലല്ലോ. സോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ചെട്ടിനാട് ആൻറ്റിക് ടൈപ്പ് ഓഫ് ജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, വൈറ്റ് സ്റ്റോണും കൂടെ വരുന്ന സ്റ്റോണാണോ അത്? ആ വൈറ്റ് സ്റ്റോണും കൂടെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് അല്ലേ. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ്, ഒരു 3-4 കളക്ഷൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി. നെക്സ്റ്റ് നമ്മൾ പ്ലേ ഏരിയയിൽ വന്നതാണ്. കാരണം നല്ല ക്ലൈമറ്റായി ഇപ്പം 6:30 ആയപ്പം. സോ വൈശേട്ടൻ എന്നെ തോൽപ്പിക്കുന്നു. എനിക്കിതൊന്നും അങ്ങനെ അറിയില്ല, അതുകൊണ്ട് തോൽപ്പിക്കാം, കുഴപ്പമില്ല. ശരി, വീഴ്ത്ത് നോക്കട്ടെ. എൻ്റെ ഓ ഓക്കെ, എടുക്കും. എങ്ങനെ ഈ കഴിവ് കിട്ടി? ഓ മതി. ഗപ്പ് റെഡിയായി, ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ്. സോ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനാണ്. ഫസ്റ്റ് നമ്മൾ ദോശ, യെസ്, നല്ല നെയ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോണത്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും എനിക്ക് തോന്നുന്നു സെയിം തന്നെയാണ്. ദോശയ്ക്കുള്ള കറികളുണ്ട്, ദെൻ ഊത്തപ്പമുണ്ട്. അയ്യോ, ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വെജ് കുറുമ, ദെൻ നമ്മുടെ ഫേവറേറ്റ് പുട്ട്, കടലക്കറി, ഉപ്പുമാവ്. ഇന്നലെ വേറെ ടൈപ്പ് ഓഫ് ഉപ്പുമാവായിരുന്നു, ഇന്ന് വേറെ ടൈപ്പ്. ദെൻ ഇത് വെജ് നൂഡിൽസ്. ഓ, ഇത് എടുക്കണമായിരുന്നു. ഇത് കഞ്ഞി കേട്ടോ, പഴങ്കഞ്ഞി, പായസമൊക്കെ രാവിലെ. ദെൻ ഇഡ്ഡലി, സാമ്പാർ, വട, പൂരി, ദെൻ പൂരിക്ക് കടലക്കറി ഉണ്ട്. പിന്നെന്താ, ഇത് ചിക്കൻ സ്റ്റൂ ഉണ്ട്, കപ്പ, മീൻകറി. വൈശേട്ടൻ എനിക്ക് വെയിറ്റ് ചെയ്യാണ്. നല്ല ചൂട് നെയ് റോസ്റ്റ് കിട്ടിയിട്ട്. നെയ് റോസ്റ്റിന് തന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ചട്നീസ് ഉണ്ടെന്നറിയോ? ഇതൊക്കെ എന്ത് ചട്നി? ടൊമാറ്റോ ചട്നി ഉണ്ട്, കോക്കനട്ട് ചട്നി, പിക്കിൾ, പിന്നെ ഇത് തന്നെ ഇതാ കുറേ ചട്നീസ് ഉണ്ട് ഒരു ദോശ. ഇതിലിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആണല്ലോ. എല്ലാം എടുക്കുക. ഇത് ഓക്കെ, കളർ നല്ല ഭംഗിയുള്ള കളർ എടുത്തോ. ഇതും എടുക്കും. അത് വേണ്ട, അത് ഇത്തിരി എരിവുള്ള കറി പോലെ തോന്നുന്നുണ്ട്. ഓ ഷിറ്റ്, അത് മുളക് ചമ്മന്തിയാന്ന് തോന്നുന്നു. ഇതെടുക്കും, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് പരിപാടി കഴിഞ്ഞു. ഇനി ഫ്രൂട്ട് സെക്ഷൻസും ജ്യൂസും. ഇന്നലെ നമുക്ക് ജ്യൂസ് കിട്ടിയില്ല, ഇന്നലെ നമ്മൾ കുറച്ച് ലേറ്റായി എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വൈശേട്ടന് പരാതി. സോ അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും ഇനി ജ്യൂസും കഴിക്കാനുള്ള ഓട്ടത്തിലാണ് ആൾ. ഹെൽത്ത് നോക്കാനായിട്ട് ചെറുപയർ പുഴുക്കിയത് വേണോ? ശരിയാണ്, നിങ്ങൾ ഡെയിലി കഴിക്കണമല്ലോ, എന്താ ഇവിടെ വന്നിട്ട് അപ്പോൾ കഴിക്കാത്തത്? ജ്യൂസ് എന്തൊക്കെയുണ്ട്? മുമ്പ് വെള്ളം കൊണ്ടുപോട്ടോ. ഇതേതാ? ഗ്രേപ്പ് ജ്യൂസ്, എന്താണ് ഡീടോക്സ് വാട്ടറാ, പിന്നെന്താണ് അപ്പുറത്തെന്താ ഒരു ബനാനയാ? ബനാന മിൽക്ക് ഷേക്ക്, മറ്റേത് ലസ്സി. നിങ്ങൾ ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്നത്? എനിക്ക് ഗ്രേപ്പ് ജ്യൂസും ഇതും കുടിക്കാൻ തോന്നുന്നു. ബനാന മിൽക്ക് ഷേക്ക്. ഞാൻ വ്ളോഗ് എടുക്കണം, ഞാൻ എങ്ങനെ എടുക്കുക? എനിക്ക് ബനാന മിൽക്ക് ഷേക്കും ട്രൈ ചെയ്യണം. ഫസ്റ്റ് അതെടുത്തോ. നിങ്ങൾ ഗ്രേപ്പ് എടുക്കുന്നുണ്ടല്ലോ. ബനാന മിൽക്ക് ഷേക്ക്. വൈശേട്ടൻ ഗ്രേപ്പ് അല്ല എടുത്തത്, ഞാൻ ബനാന മിൽക്ക് ഷേക്ക് എടുത്തിട്ട് അടിപൊളിയായിട്ട്. എന്താ ടേസ്റ്റ് എന്ന് അറിയോ? സൂപ്പർ സാധനം. പിന്നെ ഞാൻ ബട്ടൂരിയും ചന മസാലയും അതന്നെ അതും എടുത്തോട്ടോ. വെറൈറ്റി ഇന്നലത്തെ ഫുഡല്ല നമുക്ക് ഇന്നൊക്കെ കുറച്ച് വെറൈറ്റീസ് ഫുഡ് ഉണ്ട്, അതുകൊണ്ട് പുതിയ ടേസ്റ്റ് എല്ലാം അടിപൊളിയാണ്. സോ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മൾ ഇനി മെല്ലെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ബാക്കി വിശേഷങ്ങൾ കാറിൽ പോകുമ്പോൾ പറയാം. അങ്ങനെ നമ്മൾ പറക്കാട്ട് റിസോർട്ട് മൂന്നാറിൽ നിന്നും പോവാണ്. ലെറ്റ്സ് ഗോ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും നല്ലൊരു സ്റ്റേക്കേഷൻ വെക്കേഷൻ ആയിരുന്നു.
ആണെങ്കിലും റൂമാണെങ്കിലും പറക്കാട്ടിൻ്റെ വ്യൂ ആണെങ്കിലും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയിപ്പം നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരിനെ എനിക്ക് എന്തായാലും അമ്മമാരിനെയും ആദിനെ വൈശാഖിനെ ഇവർക്ക് തന്നെയൊക്കെ കൊണ്ടുവരണം. കാരണം ഫുഡും റൂംസ് അതുപോലെ ഇവിടുത്തെ വ്യൂസ് എല്ലാം കണ്ടപ്പം ഇനി മിക്കവാറും നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഒന്നുകൂടെ ഫാമിലി ആയിട്ട് വരാൻ പോവാണ്. സോ അപ്പം നിങ്ങൾക്കും ഇപ്പം കറക്റ്റ് ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. സോ പറക്കാട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും പറക്കാട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല പറക്കാട്ട് റിസോർട്ട് മൂന്നാർ എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. സോ വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും മസ്റ്റ് വിസിറ്റാണ് എന്തായാലും. നമുക്ക് ഇവിടെ തന്നെ 2 days 3 days അടിപൊളിയായിട്ട് കാമായി എൻജോയ് ചെയ്തിട്ട് പോവാം. സോ നമ്മൾ ഇന്നത്തെ പറക്കാട്ട് മൂന്നാർ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഐഷോട്ടൻ്റെ എക്സ്പീരിയൻസ്? നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു അല്ലേ? ഫുഡ്, റൂം. യെസ്. സോ പക്ഷെ നല്ല പീസ്ഫുൾ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനി നമ്മൾ അടുത്ത അമ്മമാരനെയൊക്കെ കൊണ്ടൊരു വരവ് വരുന്നുണ്ട്. അപ്പം വൈൻഡപ്പ് ചെയ്യല്ലേ ഇവിടെ നിന്ന്? ബൈ.